ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായിട്ട് റെസിപ്പിയൊന്നും ഇല്ലാതിരുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു 4 മണി പലഹാരം, സിമ്പിളായിട്ട് ഒരു പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഇതിൽ മൈദയോ കടലമാവോ കടലപ്പൊടിയോ ഒന്നും യൂസ് ചെയ്യാണ്ട് സിമ്പിളായിട്ട് ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് എങ്ങനെ നല്ല ഒരു ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത 2 നേന്ത്രപ്പഴവും 1 കപ്പ് വീറ്റ് ഫ്ലോറുമാണ്, ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഈ ഗോതമ്പ് പൊടി നമുക്ക് കുറച്ച് വെള്ളവും ലേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉപ്പും ഇട്ട് നന്നായി ഒന്നൊരു നല്ല പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല പഴുത്ത പഴം അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ നമുക്ക് ഷുഗറും കൂടി ആഡ് ചെയ്യാം, പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നന്നായി ഈ പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കാം. ഇനി ഈ തയ്യാറാക്കി വെച്ച ഈ ഗോതമ്പ് പേസ്റ്റ് നമുക്ക് ഈ പഴം ഇതിലേക്കൊന്ന് മുക്കിയെടുത്ത് നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ അതിനാവശ്യമായ പാനും വെച്ച് നല്ല ചൂടായിട്ടുണ്ട് എണ്ണ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പഴം ഗോതമ്പ് മാവിൽ മുക്കിയിടുമ്പോൾ നല്ല സൗണ്ട് കേൾക്കാം. അപ്പോൾ നല്ല ചൂടായ ഓയിലാണ്. നല്ല ചൂടായതിന് ശേഷം മാത്രമേ ഈ ഗോതമ്പ് പൊടിയിൽ മുക്കി വെച്ച പഴം ഇടാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി ഒന്ന് മുരിഞ്ഞ് വരാൻ നിൽക്കാം. നന്നായി മുരിഞ്ഞ് 2 സൈഡും നല്ല ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്നെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയം 4 മണിയാകുമ്പോഴേക്കും പെട്ടെന്നൊന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് ഓയിലിൽ അധികം കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയാറ്. പക്ഷേ എപ്പോഴെങ്കിലും മാസത്തിൽ ആഴ്ചയ്ക്ക് ഒരിക്കലും കൊടുക്കുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൽ മൈദയോ കടലമാവോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല നാടൻ ഗോതമ്പ് പൊടി വെച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു പേടിയും വേണ്ട, എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, ഷെയർ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.